സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് തന്നെ. രണ്ടാമത്തെ ഡെലിവറിയില് ട്രിപ്ലറ്റ് ബേബീസ് ആണ്. ഒരു റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചുകൂടി ആ പിള്ളേരെ നോക്കാൻ വേണ്ടിട്ട് മാത്രം. അപ്പൊ പുറം ലോകം എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. 400-500 വ്യൂസ് വന്നു ഫസ്റ്റത്തെ ഒരു വീഡിയോ. വെറുതെ ഒരു ഫോട്ടോ മാത്രം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ ലോകത്തേക്ക് വേണ്ടിട്ട്. വെറുതെ ഒരു ആള് നേരം കളഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കണത് അതിലർത്ഥമില്ല. അവർക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും. പിന്നെ ഈ തൃശ്ശൂര് റൗണ്ടില് എന്ത് പ്രോഗ്രാം നടക്കണത് ടിവിയിൽ വരുന്നേക്കാളും മുന്നേ എന്റെ വീഡിയോയിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. കുറെ ഒക്കെ തന്തയ്ക്കും തള്ളക്കൊക്കെ വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിളിക്കട്ടെ എന്നും വിചാരിച്ചു. വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് മൈ ചോയ്സ്. സ്റ്റോറീസ് ഓഫ് മൈ ചോയ്സിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഫാഷൻ ആൻഡ് ബ്യൂട്ടി ബ്ലോഗർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഷെൽമി ജോസഫ് ആൻഡ് അദ്ദേഹത്തിന്റെ അപ്പച്ചൻ പോളങ്ക്. രണ്ടുപേർക്കും നമസ്കാരം. നമസ്കാരം. ഇന്ന് ഷെൽമി ചേച്ചിയെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുകയാണ്. എന്താണ് വിശേഷങ്ങളൊക്കെ? കൂടെ അപ്പച്ചനും ഉണ്ട്. അപ്പച്ചനും സുഖമായിരിക്കണു. എന്താണ് അപ്പച്ചൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒരുപാട് വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അപ്പച്ചന്റെ മുഖം ഇതേ ഈ ഒരു ഇന്റർവ്യൂ കൂടെ പ്രേക്ഷകർ കാണുകയാണ്. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, അതെ, 2 ലക്ഷത്തിൽ പരം സബ്സ്ക്രൈബേഴ്സ് ആണ് ചേച്ചിക്കുള്ളത്. എന്താണ്, എങ്ങനെയായിരുന്നു ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്? എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് തന്നെ. കുറെ യൂട്യൂബ് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അതില് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനായിട്ട് ചിത്ര ഒരു 5 കൊല്ലം മുന്നേ തൊട്ട് ഞങ്ങൾ തമ്മിൽ നല്ല ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആള് യൂട്യൂബ് ചാനൽ. അപ്പൊ എപ്പോഴും പറയും ഞാൻ ഷൂട്ട് ചെയ്യാൻ പോവാണ് അങ്ങനെ. അപ്പൊ എന്താണ് ഏതാണ് യൂട്യൂബ് ചാനൽ ഒന്നും നമുക്ക് ആ സമയത്ത് ഒന്നും അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ അന്നൊക്കെ നെറ്റ് കിട്ടാന്ന് തന്നെ പറയുമ്പോ ഭയങ്കര സ്വരൂപമായിട്ട് ഒരു 1 GB 2 GB അതും നമ്മൾ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. അതെ. അപ്പൊ ഞാൻ ഈ ചിത്രയുടെ വീഡിയോ ഒക്കെ കാണുമായിരുന്നു സ്ഥിരമായിട്ട്. അന്നും ആൾക്ക് റവന്യൂ ഇല്ലായിരുന്നു. അപ്പൊ ഈ യൂട്യൂബ് ചാനലില് റവന്യൂ കിട്ടുമോന്ന് തന്നെ പോലും എനിക്കറിയില്ല. അപ്പൊ ആള് ഈ ഷൂട്ട് പറയാം, എന്താ ഈ ഷൂട്ട്, അപ്പൊ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്താലോന്ന്. കാരണം വീട്ടില് വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഹെൽപ്പ് ചെയ്തത് ചിത്രയാണ്. പിന്നെ സ്ട്രഗിൾ ചെയ്യാനുള്ള കാരണം എന്ന് പറയാനായിട്ട് എനിക്ക് ട്രിപ്ലറ്റ് ബേബീസ് ആണ്. എനിക്ക് മൊത്തത്തിൽ 4 ആളുണ്ട്. അതില് രണ്ടാമത്തെ ഡെലിവറിയില് ട്രിപ്ലറ്റ് ബേബീസ് ആണ്. അപ്പൊ ഈ ട്രിപ്ലറ്റ് ബേബീസില് 3 കൊല്ലം ഒരു റൂമില് ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചുകൂടി ആ പിള്ളേരെ നോക്കാൻ വേണ്ടിട്ട് മാത്രം. അപ്പൊ പുറം ലോകം എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ അവർക്ക് 3 വയസ്സ് കഴിഞ്ഞപ്പോ പിന്നെ അത് കഴിഞ്ഞപ്പോ ഇവര് സ്കൂളിലേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നമുക്ക് ഒരു LKG UKG ആ ഒരു ടൈം ആയപ്പോ ഇവര് എന്തായാലും പുറത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പൊ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. എന്തെങ്കിലും ആ ഒരു ടൈമിൽ സ്പെൻഡ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണം. അപ്പൊ ഞങ്ങളിങ്ങനെ ചിത്രമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ചേച്ചി എന്തുകൊണ്ട് ഇത് തുടങ്ങിക്കൂടാ, അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട്. അന്നും എന്താണ് കണ്ടന്റ് ഇടാ, എന്താ ചെയ്യേണ്ട ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഓണത്തിന്റെ സമയമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓണത്തിന്റെ സമയം എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും തുടങ്ങാന്ന് വിചാരിച്ചു. എന്നാലും തുടങ്ങുമ്പോഴും മോളിൽ നിന്നുള്ള ഒരു പെർമിഷൻ കിട്ടണം. അതാണ് നമ്മുടെ കെട്ടിയത്. അപ്പൊ കെട്ടിയനോട് പറയാം ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. മോനോടും പറഞ്ഞപ്പോ അമ്മ തുടങ്ങിക്കോ, സ്റ്റാർട്ട് ചെയ്തോ. അപ്പൊ ആൾക്കും അറിയില്ല, എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല അതെന്താ സംഭവം, തുടങ്ങണം ആർക്കും അറിയില്ല, ഒരു ഐഡിയ ഇല്ല. പക്ഷെ ചാനൽ ഉണ്ടാക്കി തന്നത്, നമുക്ക് ആ ഒരു പേര് ഉണ്ടാക്കി തന്നതും അതിലൊരു ഫസ്റ്റ് വീഡിയോ എന്റെ ഫോണിൽ ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ഒരു ഫസ്റ്റ് വീഡിയോ ഇട്ടത്. അത് 1 മണിക്കൂർ ആകുമ്പോഴേക്കും ഒരു 400-500 വ്യൂസ് വന്നു ഫസ്റ്റത്തെ ഒരു വീഡിയോ. വെറുതെ ഒരു ഫോട്ടോ മാത്രം. അപ്പോ ഇത് നല്ലതാണല്ലോ, കൊള്ളാലോ, നല്ലൊരു പരിപാടിയാണല്ലോ. അപ്പൊ കാലകാലാവുമ്പോ നമുക്ക് നമ്മുടെ തന്നെ ഒരു ബാക്കില് പോകുമ്പോഴുള്ള ഒരു ഇത് കാണാൻ പറ്റും എന്നുള്ള ഒരു, അങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു 3 years എന്റെ ഒരു ലൈഫ് ഒരു ബെഡ്റൂമിന്റെ ഉള്ളിലുള്ളത് അതൊരു പുറം ലോകം എനിക്ക് കാണണം എന്നുള്ള ഒരു ബാക്ക് സപ്പോർട്ട് തന്നത് തന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഡിപ്രഷൻ എന്ന് പറയാനായിട്ടൊന്നുമില്ല. കാരണം നമ്മൾ നമ്മുടെ ലൈഫ് പണ്ടേ തൊട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോരായിരുന്നു. അപ്പൊ
എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു എന്നുവെച്ചാൽ നമ്മുടെ ലൈഫ് എന്നൊക്കെ പറയുമ്പോ വെറുതെ രാവിലെ എനിക്ക് ഭക്ഷണം വെക്കുക, തിന്നും കുടിച്ച് കിടന്ന് ഉറങ്ങി രാത്രി ആകുമ്പോ വീണ്ടും സെയിം ആ ഒരു റൂട്ടീൻ രാവിലെ ആകുമ്പോഴേക്കും തുടങ്ങുക. അതല്ലല്ലോ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ ലോകത്തേക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് പിന്നെ എന്തുകൊണ്ടും ഇത് നല്ലതാണെന്ന് ഫീൽ ആയി. അങ്ങനെ പക്ഷെ അപ്പോഴും അറിയില്ലായിരുന്നു കേട്ടോ റവന്യൂ കിട്ടും എന്നുള്ള സംഭവം അറിയില്ലായിരുന്നു. ഇപ്പൊ എത്ര റവന്യൂ കാണും അത് പറയണോ? അല്ല, ഏകദേശം നമുക്കൊന്ന് പറയാലോ. ഏകദേശം അങ്ങനെ പറയണ്ട, അതങ്ങനെ ഒരു സീക്രട്ട് ആയിട്ട് അതവിടെ ഇരിക്കട്ടെ. പക്ഷെ റവന്യൂനേക്കാളും ഉപരി എനിക്ക് എന്റെ യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കണത്, ഞാൻ ഇന്ന് പറയണത് ആൾക്കാരിലേക്ക് ഇപ്പൊ ഒരു നെറ്റ് പണ്ടെന്നൊക്കെ പറയുമ്പോ ഞാൻ പറഞ്ഞല്ലോ 1 GB 2 GB ഒക്കെ കിട്ടിയിരുന്നത്. ഇന്ന് പറയുമ്പോ സ്വരൂപമാണ് നമുക്ക് വീട്ടില് വൈഫൈ ഇതൊക്കെ പറയുമ്പോ. പക്ഷെ എന്നാ പോലും ഒരാൾ ഒരു മൊബൈലിൽ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റ ഒക്കെ തുറന്ന് കാണുമ്പോൾ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്നും എന്ത് കിട്ടും? വെറുതെ ഒരു ആള് നേരം കളഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കണത് അതിലർത്ഥമില്ല. അവർക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് നമ്മുടെ ചാനലിൽ കൂടെ അവർക്ക് കിട്ടേണ്ടത്. അതാണ് എന്റെ ഒരു ചാനലിന്റെ മെയിൻ പ്രത്യേകത, മെയിൻ എയിം അതാണ്. അതെ. ഇപ്പൊ 2 ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് പുറത്തൊക്കെ ഇറങ്ങുമ്പോ ആ ഒരു അയ്യോ പുറത്തൊക്കെ ഇറങ്ങുമ്പോ ശരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് എല്ലാവരും? തീർച്ചയായിട്ടും ഓടി വന്നിട്ട് എന്ന് വെച്ചാൽ അവര് അവരുടെ ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിലാണ് അവര് നമ്മളെ കാണുന്നത്. ഓടി വന്ന് വിളിക്കും, ചേച്ചി ഷൽമി ചേച്ചി, യൂട്യൂബ് ചേച്ചി, അങ്ങനെ വീഡിയോ ചേച്ചി, അങ്ങനെയൊക്കെ പറഞ്ഞു. ചേച്ചിയുടെ സംസാര രീതി അങ്ങനെയാണ്, നമുക്കൊരു ഫോർമൽ ആയിട്ടുള്ള ഫീലിംഗ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ചേച്ചി അത് അവതരിപ്പിക്കണം തന്നെ. അതെ. പിന്നെ നമ്മളും അതേപോലെ തന്നെയാണ്. ഇപ്പൊ ഞാനിപ്പോ ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോ ക്യാമറയിൽ നോക്കി നിൽക്കുമ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ അല്ല. നമ്മുടെ വീട്ടിലെ ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന പോലെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുത്ത് ആൾക്കാരൊക്കെ ഇരുന്ന് സംസാരിക്കണില്ലേ, ആ ഒരു രീതിയിലാണ്. എനിക്ക് ഒരിക്കലും ആ ഒരു പ്രൊഫഷണൽ രീതിയിലല്ല, നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെ സംസാരിക്കാം ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആഗ്രഹം. അപ്പച്ചന്റെ ആ ഒരു പഴയ കാലഘട്ടത്തിലൊന്നും ഒരിക്കലും നമ്മുടെ ഈ യൂട്യൂബും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇന്ന് ഷൽമി ചേച്ചി ഈ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ എങ്ങനെ തോന്നണേ? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ ടെക്നോളജി ഒന്നും ഇല്ലല്ലോ, ഉണ്ടായില്ല. പുതിയ ടെക്നോളജികൾ വന്നു, അതനുസരിച്ച് മാറ്റങ്ങൾ വന്നു. അപ്പച്ചൻ എന്താ ചെയ്യണ്ടായിരുന്നത്? ഞാൻ മുംബൈയിലായിരുന്നു വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഷൽമി ചേച്ചിയുടെ മാറ്റങ്ങള് ഒരുപാട് ഉണ്ടായിണ്ടാവില്ലേ? പണ്ടത്തെ ഷൽമി ചേച്ചിയും ഇപ്പോഴത്തെ ഷൽമി ചേച്ചി തമ്മിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്? ഷൽമി ചേച്ചി ഒരു വീട്ടമ്മയിലായിരുന്നു. അതെ. ഇപ്പൊ 4 ആൾ അറിയുന്ന ഒരു ആളായി. എങ്ങനെയാണ് ഫാമിലി കസിൻസ് എല്ലാവരും ഒക്കെ എങ്ങനെയാണ്? എല്ലാവരും ഹാപ്പിയാണ്. എന്താ പറയാ ഷൽമി ചേച്ചിയുടെ വ്ളോഗിംഗ് ഒക്കെ കണ്ടിട്ട് അവരെങ്ങനെയാ അഭിപ്രായം പറയുന്നത്? പറയുമ്പോ ഈ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ ഇടുമ്പോ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ഇവരൊക്കെ തന്നെ ഇതെന്തത് വേറെ പണിയൊന്നുമില്ല ഇവൾക്ക്, ഈ അങ്ങനെയുള്ളൊരു നമ്മുടെ സഹപ്പെടുത്തലാണ്. അല്ല, നമ്മള് നോർമലി നമ്മുടെ മലയാളികൾ അങ്ങനെയാണ്. ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ അതിനെ ബാക്ക്ഔട്ട് ചെയ്യാനായിട്ട് കുറെ പേരുണ്ടാവും. പക്ഷെ അല്ല, നമുക്ക് അത് അങ്ങനെയല്ല, ഇങ്ങനെയാണെന്നുള്ളത് പ്രൂവ് ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഇന്നിപ്പൊ അവരത് മാറ്റി പറയുന്നുണ്ട്. ഇന്നിപ്പൊ പറയുന്നുണ്ട് എവിടെയെങ്കിലും പോകുമ്പോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണം കേട്ടോ, സെൽഫി എടുക്കണം, അല്ലെങ്കിൽ എന്റെ വീഡിയോസ് തന്നെ ചിലപ്പോ കറങ്ങി തിരിഞ്ഞ ഷെയർ ചെയ്ത് നമ്മുടെ റിലേറ്റീവ്സിലേക്ക് പോകും. അപ്പൊ റിലേറ്റീവ്സ് നമ്മളോട് പറയും ഇതെന്റെ ചേച്ചിയാണ്, കസിനാണ്, അങ്ങനെയൊക്കെ പറയുമ്പോ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്താ പറയാ. അപ്പൊ അവർ ശരിക്കും അങ്ങനെയാണോ, അപ്പൊ ഒരു സെൽഫി എടുക്കണം, അങ്ങനെയൊക്കെ പറയുമ്പോ അത് തിരുത്തി പറയേണ്ടി വന്നു. അതെ അതെ, തീർച്ചയായിട്ടും ആ ഒരു ചേഞ്ച് എന്തായാലും കസിൻസിലും ഫാമിലിയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അതുപോലെ നമ്മൾ തുണിയുടെയാണ് ഏറ്റവും കൂടുതൽ, നമ്മൾ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തുണികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. വസ്ത്രങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നാലെ പോകുന്നതും അതാണ്. എന്താ അതുകൊണ്ട് തന്നെയാണോ ഇങ്ങനെ ചൂസിങ്? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ എനിക്ക് എന്ന് പറയുമ്പോ ഡ്രസ്സ് സംഭവം ഇഷ്ടമാണ്. പക്ഷെ എന്നാ പോലും അങ്ങനെ അതിന്റെ പിന്നാലെ നടക്കുക അങ്ങനെയല്ല. എന്നാ പോലും നമ്മളൊരു സ്ഥലത്ത് പോയി കാണുമ്പോ ഇങ്ങനെ നിന്ന് പോവാണ്. പക്ഷെ എന്നാ പോലും എന്റെ ചിന്തയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ചാനലില് നമ്മൾ കാണുമ്പോൾ അതിൽ നിന്നും അവർക്ക് ബെനിഫിറ്റ് കിട്ടണം. ഇപ്പൊ എന്റെ
ചാനൽ നോക്കുകയാണെങ്കിൽ ഒരു ബിസിനസ് ടെക്സ്റ്റൈൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണവർക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ്. കാരണം 50 രൂപയ്ക്ക് 100 രൂപയ്ക്കൊക്കെ കുർത്തീസ് ഹോൾസെയിൽ വിലക്കാണ് കിട്ടുന്നത്. അതാണ്. അപ്പൊ അത് എങ്ങനെ കിട്ടും, എവിടെ കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ചേച്ചി എങ്ങനെയാണ് അറിയണത് ഇത് ഇത്ര വിലക്കൊക്കെ ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന എങ്ങനെയാണ് അറിയണത്? അല്ല, ഇത് സത്യം പറഞ്ഞാൽ എനിക്കും അങ്ങനെ അറിയില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മള് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് തുടങ്ങിയത്. പിന്നെ ഓണത്തിന്റെ സമയമായിരുന്നു. ഓണത്തിന്റെ സമയം ഇപ്പൊ എന്തായാലും ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പൊ സെലിബ്രേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് നടക്കുമ്പോ അതിന്റെ ഒക്കെ വീഡിയോസ് ഇട്ട് തുടങ്ങി. പിന്നെ ഈ തൃശ്ശൂര് റൗണ്ടില് എന്ത് പ്രോഗ്രാം നടക്കണത് ടിവിയിൽ വരുന്നേക്കാളും മുന്നേ എന്റെ ചാനലിൽ വരും. അങ്ങനെ ഒരു തൃശ്ശൂരിന് എന്ത് നടക്കണം അത് നമ്മുടെ ചാനലിൽ വരുന്ന അങ്ങനെയായിരുന്നു അറിയപ്പെടുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മള് ഇവിടെ ഒരു തൃശ്ശൂര് ഒരു ഇതുണ്ടായിരുന്നു, കല്ലറക്കലിന്റെ ഒരു കടയുണ്ടായിരുന്നു, ജ്വല്ലറീസിന്റെ 90% ഡിസ്കൗണ്ട്. അത് ഞാൻ അറിയാൻ നേരം വൈകി. ഞാൻ അറിഞ്ഞില്ല, എനിക്ക് അതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അന്ന് ചാനൽ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല. അത് ഒരു 10 വീഡിയോ അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് അതിന്റെ ഒരു അയ്യോ, ഈ 90% കിട്ടിയിട്ട് അത് എനിക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റില്ല, എന്തിനാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് നടക്കണേ. അപ്പൊ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു, ഇതിന്റെ സെയിൽസ് ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ വേറെ. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാ? അപ്പൊ ഉണ്ട്, നമുക്ക് എറണാകുളത്ത് സെയിം കടയിൽ തന്നെ ഈ ഒരു 90% ഡിസ്കൗണ്ടില് നടക്കുന്നുണ്ട്. മോനെ വിട്ടോടാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ രാവിലെ ബസ് കയറി. ഇത് എവിടെയാ സ്ഥലം? എറണാകുളം. സംഭവം എറണാകുളം എന്റെ ഹസ്ബൻഡിന്റെ നാടാണ്. എന്നാൽ പോലും അങ്ങനെ നമ്മള് ഡെയിലി പോയി വരണം അങ്ങനെ അറിയില്ലായിരുന്നു. എന്നിട്ട് ബസ് കയറി പോയി നമ്മള് രാവിലെ പൈസയൊക്കെ ചെലവാക്കി കുറെ ജ്വല്ലറി ഒരു 3000 രൂപയ്ക്ക് നമ്മൾ അന്ന് പർച്ചേസ് ചെയ്തു. 3000 രൂപ എന്ന് പറയുമ്പോ അതിന് 1000 രൂപ 500 രൂപയൊക്കെ കൊടുത്താൽ മതി. എന്നുവെച്ചാൽ 10000 രൂപ മേടിക്കാൻ സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു 3000 രൂപ കൊടുത്താൽ മതി. അങ്ങനെ അത് കൊണ്ടുവന്ന് മേടിച്ചു. അതിന്റെ ആ ഒരു കടയുടെ വീഡിയോ എടുത്തു. അത് വീഡിയോ കൊണ്ടിട്ട് അത് എന്താണ് മേടിച്ചത് അതൊക്കെ കാണിച്ചപ്പോ അത് ക്ലിക്കായി. അതിലാണ് നമ്മൾ കേറി പിടിച്ചത്. പിന്നെ സൂരത്തിൽ നിന്ന് ഒരു കോളാണ് വരുന്നത്, ഒന്ന് വീഡിയോ എടുക്കാൻ വരുമോ ടെക്സ്റ്റൈൽ. അപ്പോഴും നമുക്കറിയാം സൂറത്ത് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റൈൽസിന്റെ ഒരു ഹബ്ബാണ്. മെയിൻ എല്ലായിടത്തും തുണികള് വിലക്കുറവിന് കിട്ടുന്ന ഒരു സ്ഥലം സൂറത്താണ്. അവിടുന്നാണ് പിന്നെ നമ്മള് ഓരോരോ സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ പോയി തുടങ്ങി. ഒരുപാട് സ്റ്റേറ്റുകൾ, എല്ലാ സ്റ്റേറ്റുകളിലും ഏകദേശം പോയി കഴിഞ്ഞു. ഒരുവിധം എല്ലാം സ്റ്റേറ്റ്. ഇപ്പൊ ഡൽഹി, ജയ്പൂർ, അഹമ്മദാബാദ്, സൂറത്ത്, ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ, അങ്ങനെ എല്ലാവരുടെയും ഏകദേശം ചെന്നെത്തി നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒരു പുതിയതായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണെന്ന് കരുതാം. ചേച്ചി ഇങ്ങനെ ഷെൽമേച്ചി ഇരിക്കുമ്പോ ഒരു തോന്നല്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തോന്നിയാൽ എന്തായിരിക്കും തുടങ്ങാം? അഫ്കോഴ്സ് ടെക്സ്റ്റൈൽസിന്റെ തന്നെയായിരിക്കും തുടങ്ങാം. പക്ഷെ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. തുടങ്ങാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഫുൾ ടൈം യൂട്യൂബിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്തത്. ഇപ്പൊ ഞാനൊരു ടെക്സ്റ്റൈൽ തുടങ്ങുകയാണെങ്കിൽ പോലും എനിക്ക് വേറെ ആൾക്കാരെ ഇരുത്തിയിട്ട് വേണം, എന്നാൽ പോലും നമ്മുടെ കണ്ണ് അവിടേക്ക് എത്തില്ല. അപ്പൊ നമുക്ക് യൂട്യൂബ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ഏതെങ്കിലും ഒരെണ്ണം കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥ വരിക. അപ്പൊ ഞാൻ ചൂസ് ചെയ്തത് യൂട്യൂബ്. എനിക്ക് ആൾക്കാരിലേക്ക് വിലക്കുറവുള്ള ഐറ്റംസ് എവിടെ കിട്ടും, അതാണ് മെയിൻ ആയിട്ട് എന്റെ എയിം. തീർച്ചയായിട്ടും. ഇപ്പൊ ബ്യൂട്ടി ബ്ലോഗറും കൂടിയാണ്. എങ്ങനെയാണ്, ബ്യൂട്ടി കോൺഷ്യസ് ആണോ? അല്ല, അങ്ങനെയല്ല. ബ്യൂട്ടി ബ്ലോഗർ ആണെന്ന് അങ്ങനെ ഉറപ്പിച്ചും പറയാൻ പറ്റില്ല, എന്നാ അല്ലാന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ മേക്കപ്പ് അങ്ങനെ വലിയ താല്പര്യമായിട്ടില്ല. ഇപ്പൊ നമ്മള് സ്കിന്നിൽ ചെയ്യുമ്പോൾ സ്കിൻ കെയറിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാണ്ട് മേക്കപ്പ് വേറൊരു കാറ്റഗറി, സ്കിൻ കെയർ വേറെ കാറ്റഗറി. അപ്പൊ എനിക്ക് ചൂസ് ചെയ്യാൻ ഇഷ്ടം എന്ന് പറയുമ്പോൾ സ്കിൻ കെയറിലേക്കായിരിക്കും. മേക്കപ്പ് പ്രോഡക്ട്സ് ഒരു സംഭവം ഉപയോഗിക്കും, എന്നാ പോലും സ്കിൻ കെയർ ആണ് ചെയ്യാറുള്ളത്. സത്യം പറഞ്ഞാൽ അതിനിടാൻ നേരം കിട്ടാറില്ല. കാരണം നമ്മൾ ഈ സ്റ്റേറ്റ് വിട്ട് പുറത്തേക്ക് പോയിട്ടാണ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ട്രാവലിംഗ് ആയിരിക്കും മിക്ക ടൈം, അവിടെ ഇവിടേക്ക് ആയിരിക്കും. ആ സമയത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ഓർക്കാനുള്ള നമ്മളിപ്പോ രാവിലെ ഷൂട്ട് കഴിഞ്ഞ് നൈറ്റിന് വന്നു കഴിഞ്ഞാൽ നൈറ്റിന് എഡിറ്റിംഗ് ചെയ്യാനിരിക്കണം. രാത്രി ചിലപ്പോൾ 2 മണി 3 മണി വരെയൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം കിടക്കാം. പിന്നെയും രാവിലെ ഇട്ട് ഷൂട്ടിന് പോകണം. അപ്പൊ എന്നാലും ഒരു ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു റൂട്ടീൻ ഒന്ന് പറയാമോ? ഫ്രീ ടൈം കിട്ടുമ്പോ ഫാമിലി ആയിട്ട് സൗന്ദര്യത്തിന്റെ ഒരു രഹസ്യം അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. എപ്പോഴും കിടന്നുറങ്ങുക. എപ്പോഴും കിടന്നുറങ്ങണ്ട, രാത്രി മാത്രം ഉറങ്ങിയാൽ. പകല് നല്ലോണം ജോലി ചെയ്ത് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങുക. ഇതാണ് ഈ ബ്യൂട്ടിയിലെ കുറച്ച് വെള്ളം കുടിക്കുക. അതെ, കുറച്ച് വെള്ളം കുടിക്കുക. കുറച്ച് കൂടുതൽ ആവശ്യം, കുറച്ച് കൂടുതലാണ്. എങ്ങനെയാണ് ബോഡി ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ടൈപ്പ് ആണോ, അല്ലെങ്കിൽ
അത് ജിമ്മിന് പൈസ കൊടുത്തിട്ടുണ്ട്, പോവാറില്ല. പോവാറില്ല. സമയം കിട്ടാറില്ല. സമയം കിട്ടാറില്ല. ഫുഡിയാണോ? അല്ലല്ല, ഫുഡ് അല്ല, നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് പോകുന്ന ഒരാളാണ്. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ടെന്ന് ഒരുപാട് സ്ട്രഗിളിങ്സ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനൊക്കെ ഒന്ന് കൈകാര്യം ചെയ്തത്? എങ്ങനെയാണ് സ്ട്രഗിൾ എന്ന് പറയാനായിട്ട് ആർക്കും ഇല്ലാത്തത് ഒരു അനുഗ്രഹമാണ് ദൈവം എനിക്ക് തന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ എനിക്ക് സെക്കൻഡ് ഡെലിവറിയിൽ ത്രിബ്ലക്റ്റ് ബേബീസ് ആണ്. അപ്പൊ ഈ ത്രിബ്ലക്റ്റ് ബേബീസിനെ നോക്കാന്ന് തന്നെ വലിയൊരു ടാസ്ക് തന്നെയാണ്. അത് എനിക്ക് നിർബന്ധമായിരുന്നു, പുറമേന്ന് ഒരാളെ നിർത്തിയിട്ട് അങ്ങനെ നോക്കാൻ താല്പര്യമില്ല. നമ്മുടെ ഫാമിലീസ് തന്നെ കുട്ടികളെ നോക്കണം. അപ്പൊ നമ്മുടെ റിലേറ്റീവ്സ് ഫാമിലീസ് എല്ലാരും കൂടിയിട്ട് അങ്ങനെ ആ ഒരു 1 month 2 months 3 months ഒക്കെ നോക്കി. പിന്നെ കൂടെ പപ്പയും മമ്മിയും ഹസ്ബൻഡും എല്ലാരും ഉണ്ടായിരുന്നു സപ്പോർട്ടിന്. എല്ലാവരും കൂടിയിട്ടായിട്ട് ഇത്തരം നെഗറ്റീവ് കമന്റ്സുകളൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? നെഗറ്റീവ് കമന്റ്സ് വരുന്നത് നല്ലതാണ്. റീച്ച് കൂടുമല്ലോ. അവര് പറയട്ടെ, അവര് പറയുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ഇംപ്രൂവ് ചെയ്യാൻ. എങ്ങനെ ചേച്ചി പ്രതികരിക്കോ? ചില നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കാണുമ്പോൾ പ്രതികരിക്കാറുണ്ടോ? തോന്നാറുണ്ട്. പക്ഷേ പിടിച്ചു നിൽക്കും. ബലം പിടിച്ചില്ല, കൺട്രോൾ വിടില്ല. അത് ഞാൻ അടിച്ചു വിടും, ടൈപ്പ് ചെയ്ത് വിടും. പക്ഷെ ഹസ്ബൻഡും മോനും പറയും അത് വിട്ട് കളയെന്ന് പറയുമ്പോ, അപ്പൊ അവരാണ് പറയുമ്പോ അതൊക്കെ കേട്ടിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യും. അപ്പൊ അത് നെവർ മൈൻഡ്. അല്ല, പിന്നെ നെഗറ്റീവ് വരുന്നതും നല്ലതാണ്. ഒരു കണക്കിന് നമുക്കത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റൂലോ. അടുത്ത വീഡിയോയിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. പിന്നെ കുറെ ഒക്കെ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിളിക്കട്ടെ എന്നും വിചാരിച്ചു. അത് അവരുടെ വീട്ടിലത്തെ ചില ആളുകള് ചില റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറുണ്ട്. കമന്റ്സുകൾ കണ്ടിട്ട് ആ കമന്റ്സുകളൊക്കെ വായിച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നു. എങ്ങനെയാണ് അതിനോട് എങ്ങനെയാ പ്രതികരിക്കണേ? റിയാക്ഷൻ വീഡിയോസ് ഇപ്പൊ ഓരോ കമന്റ്സ് കാണുന്നു, അതിൽ മോശപ്പെട്ട കമന്റ്സ് വായിച്ചിട്ട് അതിനുള്ള റിയാക്ഷൻ ഓൾറെഡി അപ്പൊ തന്നെ വീഡിയോ ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്യാനുള്ള നേരമില്ല. നമ്മൾ ജസ്റ്റ് കമന്റ് ചെയ്യണോ, അതിന് ആവശ്യമുള്ള കമന്റ്സ് എടുക്കുക, ബാക്കിയുള്ളത് തള്ളി വിടാം. ഞാൻ അതിന് റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിനെ നേരെ ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ചാനൽ അതല്ല. നമുക്കെന്ന് പറയണത് മെയിൻ ആയിട്ട് വിലക്കുറവിന് എന്ത് ഐറ്റം എവിടെ കിട്ടും. ഒരാള് നെറ്റ് തുറന്നിട്ട് ആ നെറ്റ് കളഞ്ഞിട്ട് വീഡിയോ കാണുമ്പോൾ അതിന് അവർക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും, അതാണ് നമ്മുടെ ഉദ്ദേശം. അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ കുറെ ബിസിനസ് മേഖലയിൽ ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. അതെ, കാരണം കൂടുതലും ഈ ബൾക്കിംഗ് ആയിട്ടാണ് മെറ്റീരിയൽസ് കിട്ടുന്നതും കാര്യങ്ങളും ആണ് ചേച്ചി കൂടുതലും കാണിച്ചു വരുന്നത്. എങ്ങനെ നമുക്ക് അല്ലാതെ സാധാരണക്കാർക്ക് ഒരു ചെറിയൊരു പർച്ചേസിന് വേണ്ടിയിട്ട് പോവാണെങ്കിൽ എങ്ങനെയാണ് ചേച്ചിയുടെ ടിപ്സ് എങ്ങനെയാണ് പറയുക? സാധാരണക്കാർക്ക് ഇപ്പൊ നമ്മൾ ഹോൾസെയിലിന്റെ കടകളുടെയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ ഈ കടകളെ ചെയ്യുമ്പോ അവരുടെ അടുത്തുനിന്ന് കടകൾ മേടിക്കുന്നുണ്ടാവല്ലോ, മറ്റേ റീറ്റെയിൽക്കാര് അവരുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ആ കടയിൽ പോയിട്ട് വിളിക്കാൻ പറയും, അപ്പൊ എവിടേക്കാ നിങ്ങൾ റീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒരെണ്ണം മേടിക്കണം എന്നുണ്ടെങ്കിൽ ആ റീറ്റെയിൽ കടയിൽ നിന്ന് പോയിട്ട് മേടിക്കാനുള്ള ഓപ്ഷൻ കണക്ട് ചെയ്യാനായിട്ടാ പറയുള്ളൂ. അതിന് ഇപ്പൊ നമുക്കൊരു റോൾ ഉണ്ടാവില്ല, അത് കടകളും തമ്മിലുള്ള റോളാണ്. ഏറ്റവും കൂടുതൽ ഏത് ടൈപ്സ് ഓഫ് കോസ്റ്റ്യൂംസ് ആണ് ചേച്ചിക്ക് യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളത്? എനിക്ക് എത്നിക് വെയർ ആണ് ഇഷ്ടം. ഓക്കെ. സാരീസ് ഒക്കെ? സാരീസ് ഇഷ്ടമാണ്, പക്ഷെ വീഡിയോയിൽ ഇടല് കുറവാണ്. കണ്ടിട്ടില്ല, അത് കാരണമാണ് എടുത്തൊരു ചോദ്യം ചോദിച്ചത്. സാരി ഇഷ്ടമാണ്, വീഡിയോയിൽ കാരണം നമ്മുടെ മലയാളികളാണ് കണ്ണ് അവിടെ ഇവിടെ ഒക്കെ പോവാ. സാരി അത് കാരണം സാരി എന്നാ പോലും നമുക്ക് ചില വീഡിയോസിൽ നമുക്ക് സാരി ഇടേണ്ട ഒരു ഇപ്പൊ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യാനോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇടേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പൊ നമ്മൾ ഇടും. പക്ഷെ എന്നാ പോലും ഞാൻ കൂടുതൽ ഈ എത്നിക് വെയർ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക. അതാകുമ്പോ നമുക്കും കംഫർട്ടബിൾ ആണ്. വീഡിയോ എടുക്കുമ്പോ നല്ല കംഫർട്ടബിൾ ആയിട്ട് എടുക്കും ചെയ്യാം. തീർച്ചയായിട്ടും. ഇപ്പോ നമ്മള് മുന്നേ ചെയ്തു വന്ന ഒരുപാട് യാത്രകൾ, അതില് ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോഴേ പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കുകയാണെന്ന് കരുതിയാൽ ഏതെങ്കിലും ഒരു റിഗ്രറ്റ് ചെയ്യുന്ന ഏതെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ? അതായത് ഏതെങ്കിലും അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയോ? അത്തരത്തിലേതെങ്കിലും നഷ്ടപ്പെട്ടു പോവാനായിട്ട് അങ്ങനെ ഒരു ഇത് സംഭവിച്ചിട്ടെ. കാരണം ലൈഫ് ഹാപ്പിയാണ്, എൻജോയ് ചെയ്തിട്ട് കാര്യങ്ങൾ നടക്കാം. എല്ലാ കാര്യത്തിനും സപ്പോർട്ട് പിന്നെ ഇവിടെ. എന്താണ് റിലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ മുംബൈയിലാണ് ഉണ്ടായിരുന്നത്, പഠിച്ചതൊക്കെ അവിടെയാണ് +2 വരെ. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി 3 ഇയർ ഇവിടെ. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോഴേക്കും 3rd ഇയർ ആയപ്പോഴേക്കും മാരീഡ് ആയി. അങ്ങനെ അപ്പൊ പഠിച്ചത് ബികോം ആണ്. അപ്പൊ ഈ ബികോമുകാരി ഈ ഒരു മേഖലയിലേക്ക് തിരിക്കുന്ന എപ്പോഴെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഒരിക്കലും എനിക്ക് ഫാഷൻ ഇഷ്ടമാണ്, മോഡലിംഗ് ഇഷ്ടമാണ്. പക്ഷെ എന്നാ പോലെ മോഡലിങ്ങിനൊക്കെ പോകുമ്പോ നമുക്ക് നമ്മുടെ ഫാമിലി ഇത് രണ്ടും കൂടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ പറ്റില്ല എന്നൊരു ഇത്. ഇതാകുമ്പോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സമയത്തിന് കാര്യങ്ങളൊക്കെ ചെയ്യാലോ. മറ്റൊന്ന് പറയുമ്പോ ഒരാളുടെ കീഴിൽ. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക്, ഒരു പുതിയ ഒരാള് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ്,
അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ടിപ്സ് എന്തൊക്കെയായിരിക്കും? അയ്യോ അത് പറയാൻ ഞാൻ ആളല്ല. എന്നാലും ഇത്രയും എത്രയോ 2 millions. ലക്ഷത്തിൽ പരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ആൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് പറയാനായിട്ട് കുറച്ചൊക്കെ പൊടിക്കൈകൾ കയ്യിൽ എന്തായാലും ഇല്ല ഉണ്ടാവും. അത്ര വലിയ പൊടിക്കൈയല്ല. കാരണം ഈ യൂട്യൂബിന്റെ ഫ്രണ്ട് ഫേസ് മാത്രം ഞാനുള്ളൂ. ബാക്കില് എന്റെ മോനും ഹസ്ബൻഡ്സ് അവരൊക്കെയാണ് പ്രവർത്തിക്കുക. ശരിക്കും സത്യം പറഞ്ഞാൽ ഇതിന്റെ ആള് ഞാനല്ല. നമ്മള് ഇപ്പൊ ഈ 1 മില്യൺ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെയാണ് ശരിക്കും ഇതൊക്കെ പറയേണ്ട ആൾക്കാരുകൾ. എങ്കിലും ചെറിയൊരു ടിപ്പ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? യൂട്യൂബ് ഇപ്പൊ തുടങ്ങുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോ ഒരു 2 വീഡിയോ ഇട്ട് 3 വീഡിയോ ഇട്ട് അതൊരു തമാശ രീതിയിൽ എടുക്കാണ്ട് അതൊരു സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു നമുക്ക് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യണില്ലേ യൂട്യൂബിൽ, അതിനുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് എന്തായാലും കിട്ടും. അപ്പൊ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വീഡിയോ ഏതാണ്? ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വീഡിയോ ഒരു 25 മില്യൺ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാമില്. അത് ഒരു ചാക്കിന്റെ വീഡിയോ ആയിരുന്നു. ചാക്കിന്റെ വീഡിയോ? ഒരു ചാക്കിന് പലാസോ ചാക്കിന് 60,000 റുപ്പീസ്. അത് വെറുതെ ഒരു തമാശ രീതിയിൽ എടുത്തിട്ടതാ. അത് ശരിക്കും മുംബൈയിൽ ഷൂട്ടിന് വേണ്ടി പോയപ്പോ അവിടെ ഒരു എക്സിബിഷൻ നടക്കായിരുന്നു. ആ സമയത്ത് അവിടെ വെറുതെ ഇങ്ങനെ കണ്ടപ്പോ ഇത് എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞിട്ട് അത് ഇന്നലെ എടുത്തു. പിറ്റേ ദിവസം രാവിലെ അത് പോസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഷൂട്ടിന് മുംബൈയിലാണല്ലോ. അപ്പൊ അടുത്തൊരു കടയിലേക്ക് നമ്മൾ ഷൂട്ടിന് പോയി. രാത്രി ആയപ്പോ മോൻ മെസ്സേജ് അയക്കാണ്, അമ്മ വീഡിയോ വൈറൽ ആയിക്കൊണ്ടിരിക്കണം. നോക്കുമ്പോ അത് മില്യൺസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് 25 മില്യൺ ആയിട്ട് നിൽക്കണം. അപ്പൊ അത് വലിയൊരു അതിലാണ് ഇൻസ്റ്റ കൂടുതൽ കുറച്ചുകൂടി ഡെവലപ്പ് ആയത്. ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഇപ്പൊ ഒരേപോലെ തന്നെയാണ്. ഇൻസ്റ്റ, യൂട്യൂബ്, ഫേസ്ബുക്ക് 3 പ്ലാറ്റ്ഫോമിലുണ്ട്. അതില്ലാണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്താണ് മൂന്നിനുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? മൂന്നിനുള്ള വ്യത്യാസം പറയുമ്പോ ഒക്കെ ഡിഫറെന്റ് ഓഡിയൻസ് ആണ്. പിന്നെ ഇൻസ്റ്റയിലൊക്കെ ആകുമ്പോൾ നമുക്ക് 1 മിനിറ്റിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കണം. പിന്നെ യൂട്യൂബ് ആകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു കാര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലല്ലേ ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ തന്നെ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അത് ഒക്കെ ഡിഫറെന്റ് ഓഡിയൻസ് ആണ്. അപ്പൊ ഡിഫറെന്റ് രീതിയിലേക്ക് പോകും. അതെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. അപ്പച്ചനും കൂടെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് എതിർന്ന് നിന്ന ആളാണ് യൂട്യൂബ് ചാനൽ. എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഈ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞപ്പോ. അപ്പച്ചൻ എന്താ പറഞ്ഞത്? ചെയ്തു എന്നാണോ പറഞ്ഞേ? സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നില്ല. കാരണം വേണ്ടാന്നായിരുന്നു പറഞ്ഞത്. ഫാമിലി ആയിട്ടുള്ള കണക്ഷനുകൾ കുറയും. കുട്ടികളെ പരിപാലിക്കുക, അവരെ അതൊക്കെ പറഞ്ഞു ഉപദേശിച്ചു കൊടുത്തു. എന്നാലും ആള് പിന്തിരിയാൻ തയ്യാറില്ല. അതെ, ഇപ്പൊ തോന്നണില്ലേ അത് തെറ്റായിരുന്നു, വേണ്ടായിരുന്നു? അല്ല, അങ്ങനെ എപ്പോഴും തോന്നില്ല എനിക്ക്. ഇപ്പോഴും തോന്നില്ല. ഞാൻ ഫുൾ ടൈം പുറത്തല്ല, ഷൂട്ടും വീട്ടിലിരിക്കാൻ സമയമില്ല. ചിലപ്പോ ആഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടാ വരിക വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ വീട്ടിലിരിക്കാൻ സമയമില്ല. അപ്പൊ പറഞ്ഞല്ലോ, ഒരുമിച്ചുള്ള 3 കുട്ടികളെ പരിപാലിക്കാൻ എളുപ്പമല്ല. അവരൊക്കെ എന്ത് ചെയ്യുന്നു ഇപ്പൊ? മക്കളൊക്കെ ഇപ്പൊ 5th സ്റ്റാൻഡേർഡിലാണ്. അപ്പൊ കൂടുതല് മമ്മിയുടെ അടുത്ത് തന്നെ ആക്കാറ്. അങ്ങനെ നമ്മള് പുറത്തൊക്കെ ദൂരത്തേക്കൊക്കെ ഷൂട്ടിനൊക്കെ പോകുമ്പോ, അല്ലാത്ത സമയത്ത് നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പൊ 1 ഡേ ഷൂട്ടൊക്കെ നമ്മൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ വരാണെങ്കിൽ ആ സമയത്ത് നൈറ്റ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. അല്ല 1 വീക്ക് 2 വീക്കിനൊക്കെ പുറത്തേക്ക് പോകുമ്പോ അതാണ് ശക്തമായിട്ടുള്ള. ഇനിയത്തെ യാത്ര എങ്ങോട്ടാണ്? ഇനിയുണ്ട് വീഡിയോ ലൈഫ് ഷെൽമി ചാനൽ കണ്ടിട്ട് ഇനിയുള്ള യാത്രകൾ അതികൂടെ കാണാനായിട്ട് പറ്റുന്നു. അപ്പൊ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോ വളരെ ഫ്രണ്ട്ലി ആണ് ചേച്ചി. അതോടൊപ്പം നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന ഫാമിലിയും കൂടെ ഉണ്ട്. കട്ടയ്ക്ക് എന്ന് പറയുമ്പോ എല്ലാ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സും ഇപ്പൊ ഒപ്പത്തിന് കൂടെ നിൽക്കട്ടെ. അതന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ബാക്കില് നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഒക്കെ ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തത്, നമുക്ക് ഒന്നും അറിയില്ല എന്താ ഏതാന്നുള്ളത്. ഇപ്പൊ പറയുമ്പോ എല്ലാരും സപ്പോർട്ടാണ്. മൗന സമ്മതമായിട്ട് നമ്മള് കരുതുകയാണ്. അതെ, അപ്പൊ ഈ ഒരു യാത്ര ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇനി മുന്നോട്ട് പോട്ടെ. ഞങ്ങൾക്ക് ഒരുപാട് വ്ളോഗിങ്സും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ ദൈവം എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഐ എം ഷെൽമി ജോസഫ്. ദിസ് ഇസ് മൈ ചോയ്സ്.